കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങൾക്ക് ഇന്നൊരു വലിയ വേളാപ്പാര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വെട്ടി വൃത്തിയാക്കി കൊണ്ടുവരാം. വന്നിട്ട് നമുക്കതിനെ റോസ്റ്റ് ചെയ്യാം. അതിലേക്ക് എടുക്കുന്നത് 1.5 ടീസ്പൂൺ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഉലുവായും കടുകും ഇട്ട് അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല വലിയ 8 കഷ്ണം വെളുത്തുള്ളി, 2 ഇഞ്ച് കനത്തിൽ നീളത്തിൽ ഇഞ്ചി ചതച്ചതും 1/2 ടീസ്പൂൺ പെരുംജീരകവും കൂടെ ചതച്ച് അതിട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറിയപ്പം ഒരു മീഡിയം സൈസ് സവാള നൈസായിട്ട് അരിഞ്ഞത് ഗോൾഡ് പരുവാവുന്നത് വരെ വഴറ്റി. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പൊഴിച്ച്, ഉപ്പ് പൊടിയല്ല ഞാൻ ഒഴിക്കുന്ന, ഉപ്പ് കലക്കിയ നീരാണ്. അതൊഴിച്ചതിന് ശേഷം ഒരു വലിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അത് മൂത്ത് വന്ന വെന്ത് നല്ലതുപോലെ ചട്ടിയിൽ കിടന്ന് വെന്ത് വരാനായപ്പം ഒരു 15 കഷ്ണം ചുമന്നുള്ളി, കൊച്ചുള്ളി ചതച്ചത് അതും ഇട്ട് കൊടുത്ത് 7 കാന്താരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാന്താരി മുളകും ഇട്ട് കൊടുത്തിട്ട് അതും നല്ലതുപോലെ പച്ചമണം മാറിയപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ മുളക് പൊടിയും, മല്ലിപ്പൊടി ചേർക്കുന്നില്ല, മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയിട്ട് 1.5 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കലക്കി മീനിട്ട് വേവിച്ച് മീൻ വെന്ത് ചാറ് കുറുകി വന്നപ്പം അരമുറി തേങ്ങയുടെ പാലൊഴിച്ച് അതും നല്ലതുപോലെ പാല് വെന്ത് കുറുകി വന്നപ്പോൾ റോസ്റ്റായി. അപ്പം അതിലേക്ക് ഞാൻ കറിവേപ്പില വിതറി കൊടുത്തു. കറിവേപ്പില വിതറിയിട്ട് ഒന്ന് അടച്ച് അതും വെന്തതിന് ശേഷം കറി വാങ്ങി വെച്ച്. അപ്പം ഈ കറി കഴിക്കാനായിട്ട് ഞാൻ എടുത്തത്, കഴിക്കാൻ എന്താണ്, മധുരക്കിഴങ്ങ്, ഇവിടെ ചീനിക്കിഴങ്ങെന്നും പറയും. കൂടുതലും ഞങ്ങൾ ചീനിക്കിഴങ്ങെന്ന് പറയുന്ന ഇവിടെ നല്ല മഴയും. അപ്പോൾ ഈ മഴയത്ത് നമുക്ക് ഈ ചീനിക്കിഴങ്ങും ഈ മീൻ റോസ്റ്റും നല്ല കട്ടൻ ചായയുമായിട്ട് കഴിക്കാൻ നല്ല സൂപ്പറല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടെ ഉണ്ടാക്കി. ഒരു 4-5 കാന്താരി മുളകും 3-4 ചുമന്നുള്ളിയും ഇച്ചിരി ഉപ്പും ഇഞ്ചിയും പുളിയും കൂടെ ചതച്ച് അതും എടുത്ത്, അതും നല്ല കോമ്പിനേഷൻ കട്ടൻ ചായ. എനിക്കത് കാണിക്കാൻ വിട്ടുപോയി. അപ്പം നിങ്ങളുടെ നാട്ടിലെയൊക്കെ വിശേഷം എന്താണ്? മഴയൊക്കെ ഉണ്ടോ? മഴയത്ത് നല്ല ചൂടോടെ ഇതൊക്കെ കഴിക്കാൻ സൂപ്പറല്ലേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി വരുന്നത് വരെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നിങ്ങളും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഞാൻ നല്ല നല്ല വീഡിയോയുമായി വരുന്നതായിരിക്കും.